യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പകുതിയിലേറെ സീറ്റുകൾ നൽകുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവന യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകൾക്ക് വലിയ മൈലേജാണ് നൽകുന്നത്. കോൺഗ്രസിന്റെ ഒരു രീതിയുണ്ട്. കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന നേതാക്കന്മാർക്ക് വരെ സീറ്റ് നൽകുക. തോൽവി സ്വയം തലയിൽ വലിച്ചു വയ്ക്കാൻ മാത്രമാണ് ഇതുവഴി സാധിച്ചത്. ഇക്കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 25-ന് അപ്പുറം MLA-മാരെ കണ്ടെത്താൻ കോൺഗ്രസിന് സാധിക്കാതെ വന്നതിന് പിന്നിൽ ഈ തലതിരിഞ്ഞ സ്ഥാനാർത്ഥി നിർണയമാണ്. ഇവിടെയാണ് വി.ഡി. സതീശന്റെ പ്രഖ്യാപനം കോൺഗ്രസിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നത്. UDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതോടെ സതീശൻ നയിക്കട്ടെ എന്ന നിലപാടിലാണ് നേതാക്കൾ. ഇതോടെ സ്ഥാനാർത്ഥി നിർണയം അടക്കം ഇനി വി.ഡി. സതീശൻ തീരുമാനിക്കും. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച തന്റെ ആദ്യ തീരുമാനം സതീശൻ പ്രഖ്യാപിച്ചപ്പോഴാണ് സതീശൻ 50% സീറ്റിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിൽ നിയമസഭാ സീറ്റിൽ കോൺഗ്രസിന് അനുവദിച്ച മണ്ഡലങ്ങളിൽ 50% സീറ്റുകളിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകുമെന്നാണ് സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ തലമുതിർന്ന മത്സരിച്ച് തഴക്കവും പഴക്കവും വന്ന നേതാക്കന്മാർക്ക് സീറ്റ് ഇക്കുറി ലഭിക്കുക അത്ര എളുപ്പമല്ലെന്ന് പറയേണ്ടി വരും. അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി സൂചികയെന്നാണ് സതീശൻ പറയുന്നത്. വോട്ടിംഗ് രീതിയിൽ വ്യത്യാസമുണ്ടാകാമെങ്കിലും ജനവികാരം UDF-ന് അനുകൂലമാണ്. കഴിഞ്ഞ തവണ 3 ജില്ലാ പഞ്ചായത്തുകൾ മാത്രം വിജയിച്ച UDF ഇത്തവണ 7ഇടത്ത് അധികാരം പിടിച്ചു. ജില്ലാ പഞ്ചായത്തുകളിലെ പ്രകടനം പരിശോധിച്ചാൽ CPM-നേക്കാൾ മുന്നിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. 140-ൽ 100 സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് UDF മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് എന്നും പരിചിതമായ മുഖങ്ങളെ മാത്രം രംഗത്തിറക്കുന്നു എന്ന പരാതി ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് സതീശൻ വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ രീതിയിലുള്ള തലമുറ മാറ്റം പ്രകടമാകുമെന്ന് സതീശൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. 2ാം നിരയിലും 3ാം നിരയിലും മികച്ച നേതാക്കൾ കോൺഗ്രസിനുണ്ട്. CPM-നെ അപേക്ഷിച്ച് ശക്തമായ യുവ നേതൃത്വം കോൺഗ്രസിനുണ്ടെന്നും 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി നൽകുന്നത് പാർട്ടിക്ക് പുതിയ ഊർജം നൽകുമെന്നും സതീശൻ ചൂണ്ടിക്കാട്ടുമ്പോൾ യുവാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. കേരളം മുഴുവനും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ഉയർന്നു കേട്ട ചില പേരുകൾ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരരംഗത്തുണ്ടാകും. നിലവിൽ 16 നിയമസഭാ സീറ്റുകളിലാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് യുവ നേതാക്കളെ പരിഗണിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മണ്ഡലവും അവിടെ പരിഗണിക്കേണ്ടവരുടെ പേരുകളും അടക്കമാണ് പട്ടിക നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനം ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ട് കോൺഗ്രസിൽ നിന്നടക്കം പുറത്തായ രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരം പാലക്കാട് മണ്ഡലത്തിൽ മറ്റൊരു പേരും യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിനെ കൊടുങ്ങല്ലൂരിൽ മത്സരിപ്പിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയലിനെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കണമെന്നും അബിൻ വർക്കിയെ ആറന്മുള അവതരിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ KM അഭിജിത്ത് കൊയിലാണ്ടി, നാദാപുരം ജിൻഷാദ് ജിനാസ്, തൃശൂർ ശ്രീലാൽ ശ്രീധർ, തൃക്കരിപ്പൂർ ജോമോൻ ജോസ് എന്നിവരെ പരിഗണിക്കണമെന്ന ആവശ്യം സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ ജയഘോഷിനെ പരിഗണിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം പാലക്കാട് സീറ്റിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ആവശ്യം ശക്തമാക്കിയപ്പോൾ സന്ദീപ് വാര്യരുടെ പാലക്കാടൻ മോഹങ്ങൾ കരിഞ്ഞു വീഴുമോ എന്ന സന്ദേഹവും ഉയർന്നു വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന ശേഷിക്കുന്ന 7 മണ്ഡലങ്ങളുടെ പേരോ സ്ഥാനാർത്ഥികളുടെ പട്ടികയോ നൽകിയിട്ടില്ല. പരമാവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അവസരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും പതിവുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ എത്രയെണ്ണം കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്.